മുതൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എപ്പോ പഠിച്ചു തുടങ്ങി? 4ാം ക്ലാസ്. എല്ലാ ക്ലാസ്സും ബങ്ക് ചെയ്ത് ഗിറ്റാർ ക്ലാസ് ഇരിക്കണം. ഞാൻ എനിക്ക് മാത്സ് തീരെ ഇഷ്ടമല്ല. ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു കുറച്ചുകൂടി ആവട്ടെ. അത് ലിറ്ററലി എനിക്ക് താടിയൊക്കെ 8ാം ക്ലാസ് മുതലുണ്ട്. അപ്പോൾ അത് കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരും എന്നെ കുറച്ചുകൂടി അഡൾട്ടായിട്ട് ട്രീറ്റ് ചെയ്യും. പക്ഷേ ഐ ക്യാൻ സേ ദാറ്റ് ഇസ് ബിക്കോസ് ഞാനൊരു ടീറ്റോളറാണ്. സ്മോക്ക് ചെയ്യാറില്ല, ഡ്രിങ്ക് ചെയ്യാറില്ല, കഞ്ചാവ് വലിയ ഒന്നുമില്ല, അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. പക്ഷെ ഐ ഫൈൻഡ് പീസ് ഇൻ സോളിറ്റ്യൂഡ്. മകനെ ഈ ഫീൽഡ് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര റിസ്കി ഫീൽഡാണ്. എല്ലാവരും എൻ്റെ അച്ഛനും എല്ലാവരും പറഞ്ഞു എന്നോട് ഭയങ്കര റിസ്കി ഫീൽഡാണ്. നീ ഡിഗ്രി എടുക്കുക, ഡിഗ്രി കയ്യിൽ വെക്ക്, പഠിക്ക്, കയ്യിൽ വെക്ക്, അത് എപ്പോഴും ഒരു യൂസ് വരുമോ നോക്കാം. ലവ്ഫുള്ളി യോഴ്സ് വേദ 2023 ഏപ്രിലിൽ റിലീസായ ഒരു ഫിലിമാണ് തിയേറ്റേഴ്സിൽ. പക്ഷെ ആ സമയത്ത് അത്ര വലുതായിട്ട് ഓടിയൊന്നുമില്ല. പക്ഷെ അന്ന് ലൈക്ക് അതിൽ അനിക സുരേന്ദ്രനല്ലേ ആക്ട്രസ്, അവളുടെ ഫ്രണ്ടായിട്ട് ഞാൻ അവിടെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ സത്യം പറഞ്ഞത് നമ്മൾ 3 പേര് ഒരു റൂമിലൊക്കെ ഈ പാട്ടൊക്കെ അങ്ങള് കേൾപ്പിച്ചു കൊടുത്ത അച്ഛന് ഇഷ്ടമായത്. നന്നായിട്ടുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് നന്നായി പാടണമെന്നും അതൊക്കെ കഷ്ടപ്പാട് എനിക്കറിയാം. പ്ലേബാക്ക് സിംഗേഴ്സിന്റെ ഒരു ലോകത്തേക്ക് പുതിയൊരു കാൽവെപ്പ് മാധവ് സുന്ദർ. നമ്മുടെ കൂടെ ഇന്ന് മാധവാണുള്ളത്. ഹലോ മാധവ്. മാധവ് കരുതൽ എന്ന മ്യൂസിക്കൽ വീഡിയോ ആൽബത്തിൽ പാടി നമ്മൾ ഒരു അരങ്ങേറ്റം ഒഫീഷ്യലി കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? ഇപ്പോ ഔസേപ്പച്ചൻ സാറിന്റെ ഒരു ഗുരു ഔസേപ്പച്ചൻ സാറാണെന്ന് പറയാം. അച്ഛന്റെയും മകന്റെയും ഗുരു ആണ് എന്നുള്ള രീതിയിലൊക്കെ നല്ല പബ്ലിസിറ്റി ഓൾറെഡി എല്ലാവരും ഇങ്ങനെ മാധവിന്റെ ഒരു വരവ് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം കരുതൽ ഒരുപാട് പേര് ആൽബം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കരുതൽ ആൽബം ആദ്യമായിട്ട് നമ്മളിങ്ങനെ ഒഫീഷ്യൽ ഒരു പാട്ടൊക്കെ പാടി കഴിഞ്ഞപ്പോൾ മാധവൻ എന്താ തോന്നണേ? ഇപ്പൊ സത്യം പറഞ്ഞ ഇത് തുടങ്ങിയത് ഞാൻ കഴിഞ്ഞ ഓണ സമയത്തിന് ലൈക്ക് ഐ വാസ് അറ്റ് ദ ജിം. ഞാൻ ജിമ്മിലായിരുന്നു. ജിമ്മിലിങ്ങനെ അവിടെ ഓണപരിപാടികൾ, പാട്ട് വായിച്ച് ഇങ്ങനെ ഗിറ്റാർ വായിച്ചിട്ട് നല്ല തിരക്കായിരുന്നു. ആ സമയത്താണ് അങ്കിൾ എന്നെ വിളിച്ചിട്ട് ലൈക്ക് എടാ ഒരു പാട്ടുണ്ട്, അത് ഇങ്ങനെ വലിയ സംഭവമൊന്നുമല്ല, ഫിലിമൊന്നുമല്ല, ആൽബം സോങ് പോലെയാണ്, എനിക്ക് നിന്നുകൊണ്ട് പാടിപ്പിക്കാനാണ് താല്പര്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഐ വാസ് ലൈക്ക് ഓക്കെ ശരി, എപ്പോഴാണ് വരേണ്ടത് ഞാൻ ചോദിച്ചു. അപ്പോൾ നീ എപ്പോഴാണ് വരുന്നത്? നീ ഇപ്പോൾ പാലക്കാടല്ലേ, ഇപ്പോൾ വാന്ന് പറഞ്ഞു. ഞാൻ ജിമ്മിൻ്റെ എല്ലാ പരിപാടിയും അപ്പം തന്നെ വിട്ട് എക്സൈറ്റ്മെൻറ്റിൽ ഓടിപ്പോയതാ. അവിടെ പോയിട്ട് അങ്കിള് കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു. വി സാറ്റ് ടുഗെദർ. പിന്നെ നമ്മളെ പാട്ട് ഇങ്ങനെയൊക്കെ പാടിയെടുത്ത് ആദ്യമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അങ്കിളിന് വേണ്ടി അങ്ങനെ ലൈക്ക് ഒഫീഷ്യലി ഒരു ആൽബം സോങ് ആയിട്ട് പാടണം ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ അങ്കിളിന് ഓൾറെഡി അറിയാം ഞാനിങ്ങനെ എന്താ പറയുക പാടുന്നത് എങ്ങനെയാണ്. എനിക്ക് മലയാളം കുറച്ച് ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ സംസാരിക്കാൻ തന്നെ ഐ തിങ്ക് യു കൻ അണ്ടർസ്റ്റാൻഡ്. എനിക്ക് ഇംഗ്ലീഷ് വരും. അപ്പോൾ ഇംഗ്ലീഷ് പാട്ടുകളും തമിഴ് പാട്ടുകളൊക്കെ ഞാൻ സുഖമായി പാടും. തമിഴ് സുഖമായി പാടില്ല, ഇംഗ്ലീഷാണ് കൂടുതൽ. മലയാളത്തെക്കാൾ ഈസി ആയിരിക്കും മലയാളത്തിനാളും കുറച്ചുകൂടി ഈസി. എന്താ വെച്ചാൽ ഞാനിപ്പോൾ തമിഴ്നാട്ടിലെ പഠിക്കണേ. അപ്പോൾ അവിടെ തമിഴ് കേട്ട് അവിടെ ഒരു ഇത് വന്നു. കോളേജിലൊക്കെ ആയതുകൊണ്ട്, കോളേജ് കോയമ്പത്തൂര്. അപ്പോൾ അവിടെ തമിഴിന് ഭയങ്കര ഒരു ഡിമാൻഡാ, പഠിച്ചെടുക്കണം. അങ്ങനെ കുറച്ച് തമിഴൊക്കെ പഠിച്ചെടുത്ത് തമിഴ് പാട്ടിലേക്ക് കയറി. പിന്നെ അത് കഴിഞ്ഞിട്ട് മലയാളമാണ് ഞാൻ തൊടാത്തൊരു ഫീൽഡാണ് മലയാളം. ആദ്യം ട്രൈ ചെയ്ത് കുറേ പേര് എൻ്റെ ഫ്രണ്ട്സ് എന്നെ തെറി വിളിക്കും, നീ മലയാളം പാട്ട് പാടിപ്പോയതെന്ന്. പിന്നെ അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാ. പിന്നെ അങ്കിളുടെ അടുത്ത് തന്നെ കുറെ കഷ്ടപ്പെട്ടു ഈ പാട്ടൊന്ന് പുറത്തോണ്ട് ലൈക്ക് ഏകദേശം ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ മലയാളം എഴുതാനും അറിയില്ല, വായിക്കാനും അറിയില്ല, സംസാരിക്കാൻ കുറച്ച് അറിയാം. അങ്ങനെ ഒരാളെ കൊണ്ട് മലയാളം പാട്ട് പാടിപ്പിച്ചതാണ്. പിന്നെ ഇതിൽ കുറച്ച് റാപ്പ് സോങ് അങ്ങനത്തെ ഒരു ഏരിയ കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു ഏരിയ ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. ഞാൻ ചടപട വേഗം ചെയ്തെടുത്തു. അതില് ഹിന്ദിയും ഇംഗ്ലീഷിന്റെ കുറച്ച് ഭാഗമൊക്കെ ഞാൻ തന്നെ എഴുതിയതും അതുണ്ട്. ഹിന്ദിയൊക്കെ ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലും നമുക്കിവിടെ ഹിന്ദി ആഡ് ചെയ്താലോ അങ്കിളെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കുറച്ചൊരു ഭാഗം ഹിന്ദി മലയാളം പോയി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടല്ലേ. അവിടെ മലയാളം മറ്റേ जरा जरा मेरे साथ जरा जरा चल ले आज इतना तू ही कह दूं मैं सुनो जो मुझे कहना है. ആ ഭാഗം ഇങ്ങനെ വെറുതെ ഞാൻ എഴുതിയതാ. പിന്നെ ചെറിയ കൺഫ്യൂഷനൊക്കെ ലാസ്റ്റ് വന്നപ്പോൾ അങ്കിൾ ആരെയും വിളിച്ചു, ഒരു ആളുണ്ട്, പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ആളെ വിളിച്ചിട്ട് ലാസ്റ്റ് ഹിന്ദി കറക്ഷൻസ് കുറച്ചൊക്കെ നോക്കി ഇതന്നെയാ വരെ വാക്കെന്നൊക്കെ പറഞ്ഞ് ഹിന്ദി ഭാഗം സെറ്റായി. അങ്ങനെ നമ്മളെ റാപ്പും ഇംഗ്ലീഷ് ഭാഗം ആര്യ എന്ന് പറഞ്ഞൊരു പെണ്ണാ തോന്നുന്നു ഇംഗ്ലീഷ് പാടിയിരിക്കണത്.
ഫീമെയിൽ. അതും കേട്ടു, നന്നായിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആദ്യം മെയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ ഫീമെയിൽ റാപ്പും കേട്ടു. പിന്നെ അതില് പിന്നെ അതല്ല, ഫീമെയിൽ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഫീമെയിൽ അത് കേട്ടിട്ട് അതില് മെയില് ഞാൻ വോക്കൽ ആഡ് ചെയ്തതാ, കുറച്ചുകൂടി ബേസ് കൊടുക്കാൻ. ഇതിലിപ്പോ റഫീഖ് അഹമ്മദ് സാറിന്റെ ആണല്ലോ വരികള്. അപ്പൊ ആ ചിറക് മുളച്ചു ഒരുപാട് ഇങ്ങനെ കാവ്യാത്മകമായിട്ടൊക്കെ എഴുതിയിട്ട് അത് കഷ്ടപ്പെട്ട് പഠിച്ചെടുത്തതാണ്. അതിപ്പോ മംഗ്ലീഷിൽ എഴുതിയിട്ട് പഠിച്ചു. എങ്ങനെയാ ചെയ്തത്? അങ്കിൾ ആദ്യം എനിക്ക് ലിറിക്സ് അയച്ചു തന്നു, അത് മലയാളത്തിലായിരുന്നു. എനിക്കാണെങ്കിൽ അവിടെ ബ്ലാങ്ക് ആയി, ഞാൻ വായിക്കാൻ പോലും പറ്റാതെ ബ്ലാങ്ക് ആയി. ഞാൻ അത് അങ്ങനെ അമ്മയ്ക്ക് അയച്ചു കൊടുത്തു. അമ്മ പിന്നെ എനിക്കത് മംഗ്ലീഷിലേക്ക് ആക്കി തന്നതാ. മംഗ്ലീഷിലേക്ക് ആക്കി തന്നിട്ട് എനിക്ക് പിന്നെ അടുത്ത പ്രശ്നം, മംഗ്ലീഷ് വായിക്കുമ്പോൾ പ്രൊനൗൺസിയേഷൻ കിട്ടില്ല. അപ്പൊ അത് ആരും എനിക്ക് പറഞ്ഞു തരണം. അപ്പൊ അമ്മേന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഓരോ വാക്കുകൾ വോയിസ് മെസ്സേജ് അയച്ചതാന്ന്. ഇപ്പൊ എല്ലാം ഇപ്പൊ ഞാൻ തന്നെ കുറച്ച് പാട്ടുകൾ ഞാൻ നോക്കുന്നുണ്ട് കമ്പോസ് ചെയ്യുന്നതും. ഇപ്പൊ ലിറിക്സ് എന്റെ ഫ്രണ്ട്സ് മലയാളത്തിൽ എഴുതി തരും, അത് ഞാൻ ഇതേ പരിപാടി തന്നെയാ. അപ്പൊ മൊത്തത്തില് മ്യൂസിക് റിലേറ്റഡ് എന്തൊക്കെ കാര്യങ്ങള് മാധവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്? പാടല് കൂടാതെ മ്യൂസിക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. മ്യൂസിക് ഞാനിങ്ങനെ വെറുതെ എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ കമ്പോസ് ചെയ്യും, കയ്യിൽ വെക്കും, ഒരു സമയം എപ്പോഴെങ്കിലും റിലീസ് ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു കളക്ഷൻ ഒക്കെ ഉണ്ടോ? കളക്ഷൻ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കണം. കൂടുതലും ഞാൻ കവിത എഴുതും, ഇംഗ്ലീഷ് പോയട്രി, അതാണ് എന്റെ ഇത്. അപ്പൊ എഴുത്തുണ്ട്, പാടും, കമ്പോസ് ചെയ്യും, പിന്നെ ഗിറ്റാർ ഉണ്ട്. ഗിറ്റാർ കൂടാതെ ടീച്ചറാ, പഠിപ്പിക്കുന്നുണ്ട് ഗിറ്റാർ പഠിപ്പിക്കുന്നു. ഞാനിപ്പോ എങ്ങനെയാ 9th സ്റ്റാൻഡേർഡിൽ പഠിക്കണ സമയത്ത് അപ്പൊ തൊട്ട് പാർട്ട് ടൈം ആയിട്ട് ഗിറ്റാർ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ എനിക്കൊരു ഇൻകം ആവില്ല, ചെറിയ ഇൻകം. 9th സ്റ്റാൻഡേർഡ് മുതലുണ്ടല്ലേ? 9th സ്റ്റാൻഡേർഡ് മുതൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ എപ്പോ പഠിച്ചു തുടങ്ങി? 4ാം ക്ലാസ്. അപ്പൊ നമ്മുടെ ഓർമ്മയൊക്കെ വരുന്ന സമയം മുതലേ മ്യൂസിക് തന്നെയാണ്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ കുറച്ച് കാലം കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക്കിലേക്ക് തന്നെ എത്തും എന്നുള്ളത് ചെറുപ്പം മുതലേ ഒരു ഐഡിയ ഉണ്ടല്ലേ? എനിക്ക് ഒരു ശരിക്കും ഞാൻ ഗിറ്റാറിലേക്ക് കയറിയത് ഒരു ആക്സിഡന്റാ. അല്ലെങ്കിൽ ഞാൻ ഫുട്ബോൾ ആവേണ്ടതാണ്. അങ്ങനെ വല്ലാത്തൊരു ആക്സിഡന്റ്, ഫുട്ബോളിൽ നേരെ ഗിറ്റാറിലേക്ക്. ഫുട്ബോൾ അങ്ങനെയല്ല, ലൈക്ക് പണ്ട് 3ാം ക്ലാസ്, ഇപ്പോഴും ഓർമ്മയുണ്ട്, സ്കൂളിലാണ് പഠിക്കാൻ തുടങ്ങിയത് ഗിറ്റാർ. അപ്പൊ ആ സമയത്ത് ഈ നമുക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ, ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ നമ്മൾ ടീച്ചർ ഇങ്ങനെ ലൈനിൽ സ്റ്റുഡൻസ് ഉണ്ടാവും, ഏത് ആക്ടിവിറ്റി പറഞ്ഞു വിടണമെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ പോയി ഫുട്ബോൾ എന്ന് പറഞ്ഞു. ഫുട്ബോൾ നടന്ന് പറഞ്ഞപ്പോൾ ആക്ടിവിറ്റി ഫുള്ളായിരുന്നു സ്റ്റുഡൻസ്. അപ്പൊ ടീച്ചർ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി എന്നാ ഫ്ലൂട്ട് എന്ന് പറഞ്ഞു. ഫ്ലൂട്ടും ഫുള്ളായിരുന്നു. ഇപ്പൊ കീബോർഡും ഫുള്ളായി. അപ്പൊ ടീച്ചർ തന്നെ പറഞ്ഞു, നിന്നെ ഞാൻ ഗിറ്റാറിലാക്കാം, ഗിറ്റാർ ക്ലാസ്സിക്ക്. അപ്പൊ ആ ടീച്ചർ, അന്നത്തെ ആ ടീച്ചറാണ് നമ്മളെ ഈ റൂട്ടിലേക്ക് ആക്കിയത്. 4ാം ക്ലാസ്സിലെ ഏതൊരു ടീച്ചറാണ്, എനിക്ക് ഓർമ്മ കൂടിയില്ല, പക്ഷെ ആ ടീച്ചറാണ് എന്നെ ഈ റൂട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പൊ നമ്മളങ്ങനെ ഒരു ഇഷ്ടത്തോടു കൂടി തന്നെയാണോ പോയത്, അതോ ഒരു ഇഷ്ടക്കുറവുണ്ടായിരുന്നു? അവിടെ എത്തി, ഗിറ്റാർ ക്ലാസ് എത്തി, ഞാൻ ഗിറ്റാർ ആദ്യമായിട്ട് കാണും. എനിക്കന്ന് ഗിറ്റാർ എന്താന്ന് അറിയണ്ടേ, അങ്ങനെ ഞാൻ കേറിപ്പോയത്. ഗിറ്റാർ കണ്ടപ്പോഴാണ് എനിക്ക് ഇതാണ് ഗിറ്റാർ, ഇത് മതി. പിന്നെ തുടങ്ങി എല്ലാ ക്ലാസ്സും ബങ്ക് ചെയ്ത് ഗിറ്റാർ ക്ലാസ് ഇരിക്കണം. മാത്സ് ക്ലാസ്സസ് എനിക്ക് തീരെ ഇഷ്ടമായിരുന്നില്ല. അപ്പോൾ വാട്ട് ഐ ഡു ഇസ് ലൈക്ക് എനിക്ക് ചാൻസ് കിട്ടുമ്പോഴൊക്കെ മാത്സ് ക്ലാസ്സും എല്ലാം ഞാൻ ബങ്ക് ചെയ്യും. ഗിറ്റാർ ക്ലാസ് എടുത്തു. സാറ് ഭയങ്കര സപ്പോർട്ടായിരുന്നു. സാറ് ഇരിക്കും, സാറിന് അവിടെ സ്റ്റുഡന്റ് കിട്ടിയ ഇതെന്ന് പറഞ്ഞില്ല, എല്ലാ പിള്ളേരും വെറുതെ ഗിറ്റാർ ക്ലാസ് നിന്ന് കളിച്ചു പോകും. ഞാനവിടെ ഒന്ന് ഗിറ്റാർ വായന, എനിക്ക് പഠിച്ചെടുക്കണം എന്നിട്ട് കുറെ പാട്ടുകളൊക്കെ പഠിച്ചു. പിന്നെ അമ്മേന്റെ പിന്നാലെ ഗിറ്റാർ വാങ്ങിച്ചാന്ന് പറഞ്ഞു. അച്ഛന്റെ പിന്നാലെ പോയി. അച്ഛൻ്റെ അടുത്ത് അന്ന് എനിക്കൊന്നും അറിയില്ല, 4ാം ക്ലാസ്സിലെ ഗിറ്റാർ ഞാൻ വായിക്കാൻ പോലും അറിയില്ല, പക്ഷെ എനിക്ക് ഗിറ്റാർ വേണമെന്ന് പറയാം. അപ്പൊ ഞാൻ ഒരു ദിവസം അച്ഛൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അന്ന് അച്ഛൻ്റെ സ്റ്റുഡിയോയിൽ അച്ഛൻ എന്നെ വിളിച്ചു. ഞാൻ സ്റ്റുഡിയോക്ക് പോയി, അമ്മയും കൂട്ടി കൊണ്ടുപോയി. സ്റ്റുഡിയോക്ക് പോയിട്ട് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അന്നൊരു വലിയ ഫാൻസി ഫെൻഡറിൻ്റെയോ കോറിൻ്റെയോ നല്ലൊരു ഗിറ്റാർ എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അച്ഛൻ്റെ ഗിറ്റാർ എനിക്ക് തന്നത് നല്ല സാധനം. അത് കുറേ എന്തൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്കറിയില്ല അത് ഈക്വലൈസറാണ്, ഇതാണ് അതാണെന്നൊന്നും അറിയില്ല. പക്ഷെ വായിക്കാൻ പറഞ്ഞു എന്നോട്, ഗിറ്റാർ വായിച്ചു നോക്കാൻ പറഞ്ഞു. ഞാൻ വായിച്ച് കേൾപ്പിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു, കുറച്ചുകൂടി ആവട്ടെ എന്നൊക്കെ പറഞ്ഞത്. പിന്നെ എന്താ ഒരു വാശി കയറി പഠിച്ചെടുക്കണം. പോയിട്ട് ആ ഗിറ്റാർ വായിച്ചോ? കിട്ടിയില്ല. പിന്നെ അറിയാലോ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങളൊന്നും. പിന്നെ അത് കഴിഞ്ഞ് ലൈക്ക് നമ്മള് ചെറുപ്പത്തിൽ അങ്ങനെ സ്കൂളിൽ നിന്നാണ് നമ്മുടെ സ്റ്റാർട്ടിങ്, നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു സ്റ്റാർട്ടിങ് കിട്ടിയതാണ്. പിന്നെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ഗിറ്റാർ, അങ്ങനെ ഒരു ഗിറ്റാറിനോടുള്ള ലവ് ആയിരുന്നല്ലോ പിന്നീട് അങ്ങോട്ട്. പിന്നെ അത് കഴിഞ്ഞ് കീബോർഡ് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, എനിക്ക് വായിക്കാൻ അറിയാന്നേ ഉള്ളൂ. വായിക്കാൻ അറിയാം, പഠിച്ചിട്ടില്ല. കണ്ടറിയാം. ലൈക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഞാൻ ഗിറ്റാർ പഠിപ്പിക്കുന്ന സമയത്ത് പിന്നെ
ഏതാ ഈ ഒരു അക്കാഡമി, ഞാൻ പാലക്കാടേക്ക് വന്നു. ചെന്നൈയിൽ ഞാൻ ഒരു അക്കാഡമിയിൽ പഠിച്ചു കുറച്ചു കാലം. അത് കഴിഞ്ഞ് പാലക്കാടേക്ക് വന്നു. ആ സമയം എനിക്ക് ഗിറ്റാറൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ പാലക്കാടേക്ക് വന്നു. അമ്മയെ വാങ്ങിച്ചത്, അമ്മ വാങ്ങിച്ചത് എനിക്ക്, ഞാൻ കുറെ ചോദിച്ചിട്ട്. അമ്മ മ്യൂസിക് റിലേറ്റഡ് പാട്ട് പാടും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ അമ്മയ്ക്ക്? ഇങ്ങനെ മ്യൂസിക് ഫീൽഡൊന്നുമില്ല, പക്ഷെ അമ്മ ഇങ്ങനെ വെറുതെ വീട്ടിലിരിക്കുമ്പോൾ പാടും, വെറുതെ പാടും. എൻ്റെ അമ്മേൻ്റെ അച്ഛൻ ഫ്ലൂട്ടൊക്കെ വായിക്കാറുണ്ട്, നല്ല രസം. ഗിറ്റാർ അമ്മ വാങ്ങി തന്നു. പിന്നെ നമ്മളിവിടെ പാലക്കാടേക്ക് വന്നു. പാലക്കാട് ഷൂട്ടിങ്, ഞാൻ 9th ഉം 10th ഇവിടെ പഠിച്ചു, പാലക്കാട് പഠിച്ചത്. അപ്പോൾ പാലക്കാട് വന്നപ്പോൾ ലൈക്ക് എന്താ പറയുക, എനിക്ക് ഗിറ്റാർ കണ്ടിന്യൂ പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഇത്രയും വർഷം 3, 4, 5, 6, 7, 8ാം ക്ലാസ് വരെ പഠിച്ചു. അത് കഴിഞ്ഞ് 9th വന്നു. അവിടെ എനിക്ക് പഠിക്കണം എന്നൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഏത് അക്കാഡമിയുള്ള നല്ലതെന്നൊക്കെ തപ്പി അവിടെ ഹിംസ് അക്കാഡമി എന്ന് പറഞ്ഞിട്ട് ഒരു അക്കാഡമി ഉണ്ട്. അവിടെ ഞാൻ പിന്നെ വർക്ക് ചെയ്തു കുറേ കാലം. അപ്പോൾ അവിടെ പോയി പഠിക്കാൻ വേണ്ടി ജോയിൻ ചെയ്തു. ചെറിയ അക്കാഡമിയാണ്, അവിടെ വലിയ അങ്ങനെ ഫെസിലിറ്റി ഒരു ഗ്രൂപ്പ് അക്കാഡമി പോലെയായിരുന്നു. ഇപ്പോൾ മാറിയിട്ട് ഇപ്പോൾ സ്റ്റുഡിയോ സെറ്റപ്പ് ഒക്കെ. പക്ഷെ അവിടെ ലൈക്ക് പഠിപ്പിക്കാൻ അതന്നെ, അവിടെ ചെന്നിട്ടാണ് പഠിക്കൽ. അവിടെ എൻ്റെ സ്റ്റോപ്പായി. പിന്നെ എനിക്ക് മനസ്സിലായി അവിടുത്തെ ഫാദർ സനിൽ ജോസ്, ആ ഫാദർ ഭയങ്കര സപ്പോർട്ട്, ആൾക്കെന്നെ ഭയങ്കര ഇഷ്ടമായി. പിന്നെ ആളെന്നോട് പറഞ്ഞു, എടാ നീ ഇവിടെ പഠിപ്പിക്കും, നിനക്ക് അത്രയും സ്കില്ലുണ്ട്, പഠിപ്പിക്കുന്ന പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങുന്നത്. അന്ന് പഠിപ്പിക്കാൻ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഓക്കെ എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് ലൈക്ക് നമുക്ക് പറയാം, നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമുക്ക് ഇനിയും പഠിക്കാം. അതാണ്. സോ വെൻ വി ടീച്ച് വി ലേൺ മോർ. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് ടീച്ചിങ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇനിയും പഠിക്കാൻ കിട്ടിയത്. ഓരോ സ്റ്റുഡൻസിനും ക്വസ്റ്റ്യൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ബ്ലാങ്ക് ആവുന്നത്. അടുത്ത ദിവസം റിസർച്ച് ചെയ്ത് വന്ന് പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഗിറ്റാറെ പറ്റി ഇനിയും നമ്മൾ തന്നെ പോയി പ്രാക്ടീസ് ചെയ്യും. ചില പാട്ടുകൾ അവർ വരും, പുതിയ പാട്ടുകൾ നമ്മൾ കേട്ടുപോലും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയാണ് സ്റ്റുഡൻസ് ഓരോ പാട്ടുകൾ കേട്ട് കൊണ്ടുവരും. അപ്പൊ നമുക്ക് കുറെ വെറൈറ്റി പാട്ടുകൾ കേൾക്കാം, അതൊക്കെ പഠിച്ചെടുക്കാം, കോഡ്സ് വായിക്കാം, പിന്നെ ഓരോ ആൾക്കാരെ പരിചയപ്പെടാം. പിന്നെ അവിടെ നിന്നാണ് കുറച്ച് ഇൻഡിപെൻഡന്റ് ആവാൻ ആ ഫാദർ എന്നെ പഠിപ്പിച്ചതിലേക്ക്. ഒരു അച്ഛൻ ഫിഗറിൽ ആളവിടെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഹീ തോട്ട് മീ ഹൗ ടു ബി ഇൻഡിപെൻഡന്റ്. എങ്ങനെ അന്ന് എന്നോട് പറയാറുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ നല്ല, ഞാൻ ചെന്നൈയിൽ നിന്ന് വന്നിട്ട് ചെന്നൈയിലായിരുന്നു പഠിച്ചത്. അപ്പോൾ ഇവിടെ വന്നിട്ട് മൊത്തം പേടിയും ടെൻഷനും, ലാംഗ്വേജും മലയാളവും ഒന്നും അറിയാത്തത് തന്നെ എന്നോട് അന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 500 രൂപ കയ്യിൽ വന്നിട്ട് നീ പാലക്കാട് നിന്ന് മലമ്പുഴ പോയിട്ട് ഒരു ജ്യൂസ് വാങ്ങിച്ചിട്ട് വന്നു, ബസ് എടുത്തിട്ട്. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെയായിരുന്നു. അവിടെ നിന്ന് ഇപ്പം എവിടെയാണെന്ന് ഐ തിങ്ക് ഐ ഹാവ് ടു ഗിവ് ഇറ്റ് ടു ഹിം, ഫാദർ സനിൽ ജോസ്. ഹി ഹാസ് ബീൻ ദേർ. അപ്പോൾ എന്നെ കുറേ ട്രെയിനിലേക്ക് ഐ യൂസ് ടു ട്രാവൽ വിത്ത് ഹിം. ഓരോരോ സ്ഥലത്ത് ഫാദർ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ കൊണ്ടുപോകും, അവിടെ ഓരോ ആൾക്കാരെ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അവിടെ പഠിപ്പിക്കും, സ്റ്റേജ് പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഗിറ്റാറൊക്കെ വായിച്ച് പാട്ടൊക്കെ പാടി കുറേ പേർക്ക് എന്നെ അറിയാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് +1 +2 ഒക്കെ ഞാൻ ഓപ്പൺ സ്കൂളിലാണ് ചെയ്തത്. അപ്പോൾ പിന്നെ ഐ യൂസ് ടു ടീച്ച് അറൗണ്ട് കേരള ഇറ്റ്സെൽഫ്. ഇങ്ങനെ ഓരോ സ്കൂൾസിൽ പോയിട്ട് പഠിപ്പിക്കും, ഗിറ്റാർ പഠിപ്പിക്കൽ. ഇങ്ങനെ അക്കാഡമിയുടെ ബേസിൽ ഇങ്ങനെ പോയിട്ട് ഞാൻ പഠിപ്പിക്കാൻ തുടങ്ങി ഗിറ്റാർ. അപ്പോൾ അതൊരു റെമ്യൂണറേഷനായി. പിന്നെ ഒരു സോഷ്യൽ എക്സ്പോഷറാണ്, എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ട്രാവൽ ചെയ്യുക. അന്ന് ലൈസൻസ് ഇല്ല, ഒന്നുമില്ല. ഞാൻ ബസ്സിൻ്റെ അടുത്ത് പോകണം ഓരോ സ്ഥലത്തും. പക്ഷെ ഇത് നല്ല ഒരു എക്സ്പീരിയൻസ് ആണ് അതൊക്കെ. പിന്നെ എൻ്റെ പ്രായത്തെ പിള്ളേർ ആ സമയത്ത് ദേ ആർ അറ്റ് സ്കൂൾ. അതൊക്കെയാണ് ഞാൻ മിസ് ചെയ്യണത്. പക്ഷെ ഞാൻ സ്കൂൾ ലൈഫ് എനിക്ക് അത്ര ഇല്ല. ഞാൻ പക്ഷെ ഇങ്ങനെ എൻ്റെ സ്കൂൾ ലൈഫ് ടീച്ചറായിട്ടാണ്. എൻ്റെ പ്രായത്തിൽ അപ്പോ 9th ഉം 10th ഞാൻ സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു. പാർട്ട് ടൈം ആയിട്ട് ഞാൻ ടീച്ചിങ് ചെയ്യായിരുന്നു. പിന്നെ ഫുൾ ടൈം ആയത് +1 +2 സമയത്ത്. 10th കഴിഞ്ഞിട്ട് ഫുൾ ടൈം ആയി. ഫുൾ ടൈം എല്ലാ ദിവസവും ഞാൻ ഓരോരോ സ്ഥലത്താണ്. ഒരു ദിവസം വടക്കഞ്ചേരി, ഒരു ദിവസം മണ്ണാർക്കാട്, ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ചെല്ലുന്ന സമയത്ത് സ്കൂളിലാണെങ്കിലും എല്ലാവർക്കും ഒരു എന്താ പറയാ, ഒരു കൊച്ചുകുട്ടി തന്നെയാണല്ലോ ഇങ്ങനെ. അത് ലിറ്ററലി എനിക്ക് താടിയൊക്കെ 8ാം ക്ലാസ് മുതലുണ്ട്. അപ്പോൾ അത് കുറെ പേർക്ക് മനസ്സിലായിട്ടില്ല. എല്ലാവരും എന്നെ കുറച്ചുകൂടി അഡൾട്ടായിട്ട് ട്രീറ്റ്. പക്ഷെ ക്ലാസ്സിൽ കയറുമ്പോൾ ഈ 10ാം ക്ലാസ് പിള്ളേർ, ഞാൻ 10ാം ക്ലാസ് വരെ എടുക്കുള്ളൂ. ഞാൻ +1 ഏജിലാവും. 10ാം ക്ലാസ് വരെയുള്ള പിള്ളേർക്ക് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. അപ്പോൾ അവിടെ പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലാവും, ഓ ഈ പിള്ളേരൊക്കെ ഡീൽ ചെയ്യാൻ. ചെറിയ പിള്ളേർ കുഴപ്പമില്ല, ഈ വലിയ പിള്ളേരാകുമ്പോൾ നല്ല ടഫായിരുന്നു ഡീൽ ചെയ്യാൻ. പിന്നെ അതന്നെ ഈ +1 +2 എന്നിട്ട് ആ സമയത്ത് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നോ? +1 +2 ആ സമയത്ത്. അത് കഴിഞ്ഞിട്ടാ തോന്നുന്നു ഈ കൊറോണ വന്നില്ലേ. കൊറോണ വന്ന സമയത്താണ്
ഞാൻ ആ സമയത്ത് കൊറോണ ബാച്ച് ആയിരുന്നു, ലൈക്ക് എക്സാം ഒന്നും എഴുതിയിട്ടില്ല, അങ്ങനെ പാസ്സായതാ. അപ്പൊ അമ്മ ഇങ്ങനെ പറഞ്ഞില്ലേ മ്യൂസിക് നമ്മള് ഇൻകം ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ എങ്കിൽ കൂടെ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യണം അങ്ങനെ? എല്ലാവരും ബിക്കോസ് ആ സമയത്താണ് പിന്നെ ഞാൻ ഔസപ്പച്ചൻ്റെ അടുത്ത് അങ്കിളുടെ അടുത്ത് എത്തണത്. അപ്പോൾ ലൈക്ക് എങ്ങനെയാ വെച്ചാൽ ഞാൻ തൃശ്ശൂരായിരുന്നു, ഞാൻ ചേതനയിൽ പോയി. ഈ +1 +2 ഞാൻ ഓപ്പൺ സ്കൂളിങ് ചെയ്ത് 6 മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കണ പോലെ ചെയ്തിട്ട് ചേതന തൃശ്ശൂർ ഇവിടെ ജോയിൻ ചെയ്തു, റെക്കോർഡിംഗ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ. അപ്പോൾ ഇവിടെ പഠിക്കണ സമയത്ത് ഞാൻ ഇവിടെ അച്ഛൻ്റെ ഒപ്പം ഇരിക്കുകയായിരുന്നു, അച്ഛൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരിക്കുകയായിരുന്നു തൃശ്ശൂർ തന്നെ. പിന്നെ ആ സമയത്ത് തന്നെ ഔസപ്പച്ചൻ അങ്കിളുടെ അടുത്താണ് അപ്പം വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അങ്കിൾ അന്ന് വീട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, തൃശ്ശൂരത്തെ വീട് ഉണ്ടാക്കിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഞാൻ പോയ ദിവസത്തിന് അടുത്ത ദിവസമായിരുന്നു അതിൻ്റെ ഹൗസ് വാമിങ്. അപ്പോൾ ഞാൻ ഒരു രാത്രി മുമ്പേ പോയി ജസ്റ്റ് കാണാൻ പോയതാ. അന്നാണ് പിന്നെ അങ്കിൾ എന്നോട് ചോദിച്ചത് ഗിറ്റാർ വായിക്കില്ലേ നീ, അങ്ങനെയാണ് ഞാനും അങ്കിളൊന്ന് പരിചയപ്പെടുന്നത്. ഗിറ്റാർ വായിക്കില്ലേ നീ, ഒരു ദിവസം ഗിറ്റാർ എടുത്തിട്ട് വാ, നമുക്കൊന്ന് ഒരു റെക്കോർഡിങ് ചെയ്ത് നോക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശരി, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ അച്ഛനും ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. പക്ഷെ ആ സമയത്ത് ഞാൻ അങ്കിൾ തന്നെ കൊണ്ട് ഓക്കെ ശരി അറിഞ്ഞ് വിളിച്ചു എന്നിട്ട് ഞാൻ പോയി. പിന്നെ ഒരു ദിവസം റെക്കോർഡിങ്ങിന് വേണ്ടി ഇങ്ങനെ വിളിച്ചു. എന്തിൻ്റെ ഒരു റെക്കോർഡിങ് എനിക്ക് അറിയില്ല, ചെറിയൊരു പീസേ വായിപ്പിച്ചുള്ളൂ. പക്ഷെ വായിച്ചത് അവരെല്ലാവർക്കും ഇഷ്ടമായി. അപ്പൊ പിന്നെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പിന്നെ അന്നാണ് വാങ്ക് എന്ന് പറഞ്ഞ ഫിലിമിന്റെ കാര്യം എന്നോട് പറയണത്. ഒരു ഫിലിമുണ്ട്, ജി പ്രകാശും മകള് കാവ്യപ്രകാശും ആ ഒരു ഫിലിമാണെന്ന് പറഞ്ഞു. പിന്നെ എന്നോട് അതിനു വേണ്ടി വന്നത് ഫ്രാൻസിസ് വില്യം ഏട്ടനാണ് അതിന്റെ പ്രോഗ്രാമിങ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് വേറെ ദിവസം തന്നെ വിളിച്ച് ഞാൻ വന്ന്, അങ്ങനെയാണ് എൻ്റെ ഒരു ഇത് സ്റ്റാർട്ട് ചെയ്തത് അങ്കിളായിട്ട്. ആ കരിയർ ലൈക്ക് ഫിലിമിൽ കയറിയത് അങ്ങനെയാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഗിറ്റാറിസ്റ്റ് ആയിട്ട് ഇങ്ങനെ അങ്കിളുടെ അസിസ്റ്റന്റ് ആയിട്ട് ഞാൻ കയറി. അങ്ങനെ തുടങ്ങി ഓരോ ഫിലിംസ് ഇങ്ങനെ കുറച്ചൊക്കെ ചെയ്ത് പോയി. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങും വാങ്ങിൽ കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്ങാണ് ചെയ്തിരുന്നത്, ഗിറ്റാറിന്റെ എലമെന്റ്സും. അങ്ങനെ പിന്നെ കൂടുതൽ ഇരുന്ന് പഠിക്കണ്ടേ, ഈ റെക്കോർഡിങ് എന്താ, സ്റ്റുഡിയോയിൽ ഇരിപ്പം എന്താ, അതെല്ലാം പഠിക്കും. അങ്ങനെ ഇരിക്കും ഇപ്പോഴും അതന്നെ പണി. അത് കഴിഞ്ഞിട്ട് അങ്ങനെ നമ്മള് നേരത്തെ പറഞ്ഞ ബാക്ക് ടു മറ്റേ സ്റ്റോറി, ജിമ്മിലിരുന്നു സാർ. അപ്പൊ ഇന്ന് ഈ പാടും എന്നുള്ളൊരു സാധനം അപ്പോഴാണ് വന്നത് അല്ലേ? അതുവരെ പാടുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഫോക്കസ് ചെയ്തിരുന്നില്ലേ ഈ ഗിറ്റാർ റിലേറ്റഡ്? ഗിറ്റാർ ആയിരുന്നു കൂടുതലും. പക്ഷെ അതിന്റെ ഇടയിൽ ഒരു പ്രോജക്റ്റ് ഞാൻ പറഞ്ഞു, ഒരു പ്രോജക്റ്റ് വിച്ച് ഇസ് നോട്ട് റിലീസ്ഡ്, അതിനു വേണ്ടി ഒന്ന് പാടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കുറെ പേര് പറഞ്ഞു നല്ല പാട്ടായിരുന്നു, പക്ഷെ സാഡ്ലി അത് റിലീസ് ആയിട്ടില്ല. അപ്പൊ അത് റിലീസാവാൻ പറ്റാത്ത വിഷമം കൊണ്ടായിരിക്കും ഇത് വിളിച്ചിട്ടുണ്ടാവുന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയല്ല, അങ്കിള് പിന്നെ അന്ന് എന്നെ വിളിച്ചു. ഇതും കുറച്ചുകൂടി പിള്ളേരെ ഫോക്കസ് ചെയ്തിട്ട്, അതും പിള്ളേരെ ഫോക്കസ് ചെയ്തൊരു തീമായിരുന്നു. അതുകൊണ്ട് ഈ പിള്ളേരെ ഫോക്കസ് ചെയ്യണ സംഭവം ഒന്ന് അപ്പ എന്നെ വിളിക്കും. ആ ഏജ് ഇതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകൾ വേണമെന്ന് പറയുമ്പോൾ എന്നെ വിളിക്കും. പിന്നെ കൂടുതലും ഗിറ്റാർ വായിക്കാൻ. ഇപ്പൊ എന്നെ വിളിച്ചിട്ട് പാട്ട് പാടാൻ അത് കേട്ടോ. അപ്പൊ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എനിക്കറിയാം അങ്കിൾ എത്ര സാധാരണ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് പാടാറുണ്ടോ, അതോ ഗിറ്റാർ മാത്രം തന്നെയാണോ പാടാറുണ്ട്? ഞാൻ പാടും. അതിങ്ങനെ കവർ സോങ്സ് ഒക്കെ അല്ലേ, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. ഞാൻ ഇങ്ങനെ പാടിയിടും, ചില സമയത്ത് പ്രോഗ്രാം ചെയ്ത് ഞാൻ തന്നെ പാടിയിടും. ഇടയ്ക്ക് അങ്കിളിന് അയക്കും, റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാറുണ്ട്. ഈ കരുതൽ എന്ന് പറയുന്ന ആൽബത്തിലേക്ക് വരുന്ന സമയത്ത് അത് യൂത്തിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആൽബം ആണല്ലോ, അതുകൊണ്ട് തന്നെയാകും മാധവൻ ആദ്യം മനസ്സിൽ വന്നിട്ട് ഉണ്ടായിരിക്കുക. കാരണം ഈ പാട്ട് അതിനകത്ത് അഭിനയിക്കുന്നവരും ആ ഒരു സ്റ്റോറിയും പിന്നെ എന്താ പറയുക ആ പാട്ടിൻ്റെ ഒരു മൊത്തം ഒരു യൂത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, മെസ്സേജ് ടു യൂത്ത് ആണല്ലോ. അപ്പോൾ മാധവനെ സജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ അങ്ങനെ വന്നു. മാധവന് തോന്നുന്നത് എന്താ, ഈ യൂത്ത് ഫേസ് ചെയ്യുന്ന ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടെന്നാണല്ലോ പറയണേ. മാധവന് തോന്നുന്നുണ്ടോ യൂത്ത് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടെന്ന്? ഇൻ ദിസ് കറന്റ് ജനറേഷൻ യെസ്, അ ലോട്ട്. ഇപ്പോൾ വൈ ഐ ക്യാൻ സേ ദാറ്റ് ഇസ് ബിക്കോസ് ഞാനൊരു ടീറ്റോളറാണ്. സ്മോക്ക് ചെയ്യാറില്ല, ഡ്രിങ്ക് ചെയ്യാറില്ല, കഞ്ചാവില്ല, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ് ഞാൻ. എനിക്ക് കൂടുതൽ എൻ്റെ ഫ്രണ്ട്സൊക്കെ ചെയ്യും. എനിക്ക് പാസീവ് സ്മോക്കിംഗ് ഒക്കെ കുറേ അടിച്ചിട്ടുണ്ടോ, പക്ഷെ ഞാൻ ചെയ്യാറില്ല. അതുകൊണ്ട് ഐ വുഡ് ഈവൻ സജസ്റ്റ് ദം. ലൈക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പണ്ടും പറയാറുണ്ട്, എന്തിനാടി വേണ്ട, എന്തിനാ. അവർ നീ ഇവിടെ നിൽക്കണ്ട, നീ ഇവിടെ പോകും. പക്ഷെ ഐ വുഡ് സേ ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദം. ദാറ്റ്സ് വാട്ട് ഐ വുഡ് സേ. ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ദ ഹെൽത്ത്. എത്ര പറഞ്ഞ പിന്നെ കാര്യമില്ല എന്ന് മനസ്സിലായി. ആസ് എ വൺ അമംഗ് ദം എനിക്ക് അറിയാം അതിൻ്റെ ഡിഫിക്കൽട്ടീസും. ലൈക്ക് പിന്നെ എൻ്റെ ഫാമിലിയിൽ അങ്ങനെ ആരും അങ്ങനെ ചെയ്യാറില്ല, എൻ്റെ അറിവിൽ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും ചിലപ്പോൾ ആ ഒരു ബേസിലായിരിക്കും മാധവ് ആ ഒരു ഇതിലേക്ക് പോകാത്തത്. പക്ഷെ പലരും എന്താ പറയാ ഒരു ഫ്രണ്ട് സർക്കിളിൽ വരുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിൽ സ്കൂൾ ലൈഫ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. കൂടുതൽ വർക്ക് പോയതുകൊണ്ടായിരിക്കും.
അങ്ങനത്തെ ആൾക്കാരായിട്ട് ഞാൻ ഡീൽ ചെയ്തിട്ടില്ല. ഐ മീൻ മൈ ഫ്രണ്ട്സ് ചില ഫ്രണ്ട്സ് വലിയ ഫ്രണ്ട്സ് സർക്കിളൊന്നും ഇല്ല, പക്ഷെ ചെറിയ ആൾക്കാരുള്ളതൊക്കെ അവർക്ക് ചെയ്യും, പക്ഷെ സ്റ്റിൽ ദേ വോണ്ട് ഇൻക്ലൂഡ് മീ ഇൻ ഇറ്റ് ബിക്കോസ് ദേ നോ ദേ റെസ്പെക്ട് മൈ ചോയ്സ്. അത് അങ്ങനത്തെ ഫ്രണ്ട്സ് ഇട്ടാൽ നല്ല രസമാണ്. ചിലത് വന്നിട്ട് നമ്മൾ അങ്ങനെ ആക്കിയെടുക്കും, പക്ഷെ അങ്ങനത്തെ ഫ്രണ്ട്സ് എനിക്കില്ല ഭാഗ്യത്തിൽ. പിന്നെ അത് മാത്രമല്ല, അങ്ങനെ ആക്കിയെടുക്കാൻ നോക്കുമ്പോൾ പറ്റില്ല, നോ പറയാനുള്ള ഒരു ഇത് വേണം. ദാറ്റ് ഈസ് വൺ തിങ്. നോ എന്ന് പറയണം. ദാറ്റ് ഈസ് എന്താ പറയാ, അതിനുള്ള കറേജ് വേണം നോ എന്ന് പറയാൻ. ഷു നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. അത് ഇറ്റ് ഡസൻറ്റ് മാറ്റർ എന്ന് നമ്മൾ വിചാരിക്കണം. എന്താ പറയുക, ഈ ഒരു സർക്കിൾ ലൈക്ക് ഈ ഡ്രഗ്സ് ഡ്രിങ്ക്സ് യൂസ് ചെയ്താലേ ഫണ്ണുള്ളൂ ഇതുള്ളൂ എന്ന് പറയുന്ന സർക്കിൾ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ട്രൂ. ഞാൻ ട്രാവൽ ചെയ്യും, ഞാൻ ഒറ്റയ്ക്ക് പോകും, ചില സ്ഥലത്ത് എല്ലാ സ്ഥലത്തും ഒറ്റയ്ക്ക് പോകും, പക്ഷേ ഐ ഫൈൻഡ് പീസ് ഇൻ സോളിറ്റ്യൂഡ്. അങ്ങനെയുണ്ട്. നേരത്തെ മാധവ് പറഞ്ഞു ഇങ്ങനെ നമ്മുടെ ആ ഫാദർ 500 റുപ്പീസ് തന്നിട്ട് മലമ്പുഴ പോയി ജ്യൂസ് വാങ്ങി വാന്ന് പറഞ്ഞപ്പോൾ പറ്റില്ല എന്ന് പറഞ്ഞ ആള് ഇപ്പോ എവിടെ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോകാവുന്ന ലെവലിലേക്ക് ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് മാധവിന് തന്നെ ഉണ്ടായിട്ടുണ്ടല്ലേ? വിത്തിൻ ദി ഇയേഴ്സ് അത് ഇങ്ങനെ ആയിപ്പോയി. ഞാൻ ഇപ്പൊ ഇതാണ്, ഞാൻ എവിടെ പോയാലും വീട്ടുകാർക്ക് ടെൻഷനാണ്. ഞാൻ ഇങ്ങനെ പോയിട്ട് ഓരോ സ്ഥലത്ത് പോകും. ഇപ്പൊ മൂന്നാർക്ക് ഒറ്റയ്ക്ക് പോയ അപ്പ അമ്മ വിളിക്കും, അവിടെ ആന ഇറങ്ങിയിട്ടുണ്ട്, അതുണ്ട്, നീ എന്തിനാ പറയാതെ കൊണ്ട് പോയതൊക്കെ. എനിക്ക് പീസ് അങ്ങനെ. ഇപ്പൊ ചില സമയത്ത് എനിക്ക് ഇതൊക്കെ സ്ട്രെസ് ഔട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്താ ചെയ്യാ, ബൈക്ക് എടുക്കും, ഒറ്റ പോവാം. മ്യൂസിക് കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്ന ട്രാവൽ ആയിരിക്കും അല്ലേ? ഒരു എന്തെങ്കിലും വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്ട്രെസ് മൊത്തം ഞാൻ തീർക്കണം, ബൈക്ക് ഓടിച്ച് അല്ലെങ്കിൽ മൂന്നാറോ ഏതെങ്കിലും മലയിൽ പോയി. അതാണ് എൻ്റെ ഇത്. എനിക്ക് ട്രാവലിംഗ് ഭയങ്കര ഇഷ്ടമാണ്, റൈഡിങ്, എസ്പെഷ്യലി റൈഡിങ്. അതിനിങ്ങനെ ഫ്രണ്ട്സ് വേണമെന്നൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകാം. ഒരു കമ്പനി, പക്ഷെ ഒറ്റയ്ക്ക് പോണത് വേറെ ഒരു ഫീലാണ്. ഫുഡ് അങ്ങനെയുണ്ട്, ഫുഡിനോടുള്ള ക്രേസ് അങ്ങനെയൊക്കെ ഉണ്ട്? ഫുഡിന് ഐ എം ലിറ്ററലി എ പിക്കി ഈറ്റർ. അങ്ങനത്തെ കാര്യമുണ്ട്. ഐ എം എ വെരി പിക്കി ഈറ്റർ. എനിക്ക് ചില ഫുഡ് ഐറ്റംസ് പറ്റില്ല. ഒരു സ്ഥലത്ത് ശീലിച്ചു പോയാൽ വേറെ സ്ഥലത്ത് പറ്റില്ല, അങ്ങനത്തെ പ്രശ്നമുണ്ട്. ഓക്കെ. പിന്നെ നമ്മള് ഈ പാട്ടിന്റെ കാര്യം പറയുമ്പോൾ ബ്രദർ ഉണ്ട്. ബ്രദറിന്റെ പേരെന്താ? യാദവ്. യാദവ്. മാധവ് യാദവ്. യാദവ്. അതന്നെ. യാദവ് പാടോ എങ്ങനെ മ്യൂസിക് റിലേറ്റഡ്? അവൻ മ്യൂസിക്കിൽ അങ്ങനെ വലുതായിട്ടൊന്നുമില്ല. അവൻ ഫുൾ കമ്പ്യൂട്ടർ, അതാണ്. അവൻ BCA പഠിക്കുകയാണ്, അപ്പോൾ ഫുൾ കമ്പ്യൂട്ടർ ഫീൽഡിലാണ്. അതിന് ടോട്ടൽ ഓപ്പോസിറ്റാണ് ഞാൻ എല്ലാ വഴിയിലും. മാധവ് ഇപ്പോൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എവിടെയാ ചെയ്യണേ, എന്താ ചെയ്യണേ? ഞാനിപ്പോൾ കോയമ്പത്തൂർ നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലാണ് പഠിക്കണം. അവിടെ ലിറ്ററേച്ചർ, ഇംഗ്ലീഷ് ലിറ്ററേച്ചറാണ് പഠിക്കണം. ഇപ്പോൾ സെക്കൻഡ് ഇയർ കഴിഞ്ഞു, തേർഡ് ഇയറിലേക്ക്. ഇപ്പോഴും ക്ലാസ്സുകളൊക്കെ എടുക്കാൻ പോകുന്നുണ്ടോ? പോവാറില്ല. ഇപ്പൊ ഞാൻ ഓൺലൈൻ ക്ലാസ്സസ് എടുക്കണം. ഇപ്പൊ എനിക്ക് പോകാനുള്ള സമയമില്ല. ഒന്നെങ്കിൽ ഇപ്പോൾ കോളേജ് എക്സാംസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തിരക്കാം. അതല്ലാത്ത സമയത്ത് ഇങ്ങനെ അങ്കിളുടെ അടുത്ത് പോകും, അവിടെ ഇരുന്ന് വർക്ക് എന്തെങ്കിലും ചെയ്യും. അങ്കിള് വിളിക്കുമ്പോൾ അങ്ങനെ ഇടയ്ക്ക് വിളിക്കും. അല്ലെങ്കിൽ എനിക്ക് വേറെയും വർക്ക്സ് ഉണ്ട്. ഇപ്പോൾ സംടൈംസ് ഇപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റോ ഒരു കമ്പനി ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇങ്ങനെ ജിംഗിൾസ് ചെയ്ത് കൊടുക്കുക, അങ്ങനെയൊക്കെ പണി ഞാൻ വീട്ടിലിരുന്ന് ചെയ്യും. വീട്ടിലൊരു ചെറിയ ഹോം സ്റ്റുഡിയോ സെറ്റപ്പ് ഉണ്ട്. വർക്ക് ആണോ? ചെറുപ്പം മുതൽ ഇങ്ങനെ വർക്ക് ചെയ്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. ലൈക്ക് അല്ലെങ്കിൽ അങ്ങനെ ഇല്ല, ഫ്രീ സമയത്ത് എപ്പോഴെങ്കിലും ഒരു ഫ്രീ ടൈം ഉണ്ടാതിരിക്കും, കിടക്കും. വായിക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ? റീഡിങ് ഹാബിറ്റ് ഇല്ല, സീരീസ് കാണും. റീഡിങ് ഹാബിറ്റ്, ലിറ്ററേച്ചർ സ്റ്റുഡൻ്റ് ആണ്. കുറേ പേരിങ്ങനെ റീഡിങ് ഇല്ല. പക്ഷെ എനിക്ക് ഐ ഹാവ് ദിസ് ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് ഫ്രോം ദ സ്റ്റാർട്ട്. ചെന്നൈയിലൊക്കെ വളർന്നു വന്നുകൊണ്ട് അവിടെ ഇംഗ്ലീഷ് ഭയങ്കര ഇതായിരുന്നു. ഇവിടെ വന്നപ്പോൾ പിന്നെ എനിക്ക് അതന്നെ കണ്ടിന്യൂ ചെയ്യാൻ വെച്ചാൽ ഐ ഹാവ് ദിസ് ഗുഡ്, എന്താ പറയുക, നോളജ് ഇൻ ഇംഗ്ലീഷ്, വൊക്കാബുലറി ഒക്കെ ഉണ്ട്. അപ്പം എനിക്കത് ചെയ്യണം. പോയട്രി പിന്നെ എഴുതും, ഇംഗ്ലീഷ് പോയട്രി ഒക്കെ എഴുതും. അത് ചെറുപ്പം മുതലേ ഉണ്ടോ എഴുത്ത്? ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി എനിക്ക് എഴുതാൻ കുറച്ച് കഴിവുണ്ടെന്ന് പറഞ്ഞു. കണ്ടുപിടിച്ചല്ലേ? എനിക്ക് എഴുതാൻ പറ്റണ്ടല്ലോ, ബിക്കോസ് അത് ഞാൻ തന്നെ ചെയ്തു. ഞാൻ എഴുതി സാധനം ഞാൻ വെറുതെ വെക്കും കയ്യിൽ. ഒരു ദിവസം ടീച്ചറൊക്കെ ഇങ്ങനെ ചോദിക്കുമല്ലോ, ഇങ്ങനെ എഴുതിയതുണ്ടോ ഇതുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ കൊടുക്കും. അവർക്ക് ഇഷ്ടം, പിന്നെ അവർ പറയും, പിന്നെ ബാക്കി എല്ലാവരും വായിച്ചു നോക്കും. അങ്ങനെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാധവ് ഇങ്ങനെ സ്റ്റഡീസിലേക്ക് ഫോക്കസ് ചെയ്യാതെ ഫുൾ മ്യൂസിക് ആയിട്ട് ഇങ്ങനെ നടക്കുമായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഡിഗ്രി ചെയ്യാം എന്നുള്ള ഒരു ഇതില് ഔസേപ്പിച്ചൻ സാറും എല്ലാവരും കൂടെയാണ് പറഞ്ഞത്. ദേ ടോൾഡ് മീ ലിറ്ററലി. ഞാൻ അന്ന് വാങ്കിൻ്റെ സമയം കഴിഞ്ഞപ്പോഴാണ് ദേ ഗോട്ട് ടു നോ ദാറ്റ് ഞാൻ ഡിഗ്രി ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശമില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞതാണ്, മകനെ ഈ ഫീൽഡ് ഭയങ്കര റിസ്ക്കാണ്, ഭയങ്കര റിസ്കി ഫീൽഡാണ്. എല്ലാവരും, എൻ്റെ അച്ഛനും എല്ലാവരും പറഞ്ഞു എന്നോട്, ഭയങ്കര റിസ്കി ഫീൽഡാണ്. നീ ഡിഗ്രി എടുക്കുക, ഡിഗ്രി കയ്യിൽ വെക്കുക, പഠിക്ക്, കയ്യിൽ വെക്കുക. അത് എപ്പോഴെങ്കിലും ഒരു യൂസ് വരും, നോക്കാം. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്കിഷ്ടമുള്ള സാധനം ലിറ്ററേച്ചർ തന്നെ എടുത്തു. എനിക്കിഷ്ടമാണ് ലിറ്ററേച്ചർ.
ഞാൻ ഹൈദരാബാദ് നോക്കിയതാണ്, ഫ്ലൂവിൽ നോക്കിയത്, കിട്ടിയില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു, കിട്ടിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നെഹ്റുവിൽ ജോയിൻ ചെയ്തത്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് ലൈഫ്, ക്യാമ്പസ് ലൈഫൊക്കെ നെഹ്റുവിൽ നല്ലതാണ്. സ്കൂൾ ലൈഫ് മിസ്സായി എന്നുള്ളതിന്റെ ഒരു വിഷമൊക്കെ ഇപ്പൊ തീർക്കുന്നുണ്ടോ കോളേജ് ലൈഫ്? ചെറുതായിട്ട് അവിടെ ഗിറ്റാറൊക്കെ വായിച്ച് ഇങ്ങനെ പാട്ടൊക്കെ പാടി നടക്കുക. എല്ലാ ടീച്ചർമാരും ഒരു നല്ല എല്ലാരെയും കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫാൻസ് ഒക്കെ ഉണ്ടാവും അല്ലേ? ഉണ്ടാവായിരിക്കും എനിക്ക് തോന്നുന്നു. നമ്മള് ഇങ്ങനെ കരുതൽ ആൽബം നമ്മള് ലോഞ്ച് ചെയ്ത സമയത്ത് അച്ചാച്ചനും അമ്മയും ബ്രദർ എല്ലാവരും വന്നിരുന്നു. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടാവും അല്ലേ? ഇങ്ങനെ ഒരു നമ്മളൊരു ഗുഡ് സ്റ്റാർട്ട് നമുക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു ആ ദിവസം. അച്ചാച്ചന് നമുക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നുള്ളൂ, അച്ഛമ്മ മരിച്ചല്ലോ. അപ്പോൾ അച്ഛമ്മക്ക് ലിറ്ററലി ഞാൻ ഈ പാട്ടും അതൊക്കെ അച്ഛമ്മേൻ്റെ അടുത്ത് സർപ്രൈസ് ആക്കി വെച്ചതായിരുന്നു. ഈ പാട്ടും ഒരു വേറെ പാട്ടും ഉണ്ടായിരുന്നു ഞാൻ കമ്പോസ് ചെയ്ത, അതൊക്കെ സർപ്രൈസ് ആക്കി വെച്ചതാ. സമയം വരുമ്പോ അച്ഛമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കാതെ സർപ്രൈസ്, അത് നടന്നില്ല. ആ ഒരു സങ്കടം അച്ഛൻ അന്ന് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പറ്റിയില്ല എന്നുള്ളത്. ആ ഒരു വിഷമമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. എനിക്ക് കൂടെ എല്ലാവരും മാധവ് ഇങ്ങനെ ഒരു സ്റ്റാർട്ടിങ് കിട്ടി, അതും ഔസേപ്പിച്ച സാറിന്റെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാൻ പറ്റി. റഫീഖ് അഹമ്മദ് സാറിന്റെ വരികൾ പാടാൻ പറ്റി. മലയാളം അറിയില്ലെങ്കിലും അത് ആർക്കും ഫീൽ ചെയ്യാത്ത രീതിയിൽ പാടി ഒപ്പിച്ചിട്ടുണ്ട്. നല്ല ഗംഭീരമായിട്ട് പാടിയിട്ടുണ്ട്. ആ റാപ്പൊക്കെ അടിപൊളിയാക്കിയിട്ട് അതിൽ ചെറിയ രീതിയിൽ നമ്മളൊരു ആക്ടിങ് കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇനി ഒരു ആക്ടിങ് ആ ഒരു സൈഡിലേക്ക് കൂടെ ഇറങ്ങാനുള്ള ഒരു ചാൻസ് ഉണ്ടോ? ആക്ടിങ് ആക്ച്വലി കുറെ പേർക്ക് അറിയായിരിക്കില്ല. അറിയില്ല. ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഫിലിമില്, ചെറിയ റോളാ. ഞാൻ ഏതാ ലവ്ഫുൾ യോസ് വേദ 2023 ഏപ്രിലിൽ റിലീസായ ഒരു ഫിലിമാണ് തിയേറ്റേഴ്സിൽ. പക്ഷെ ആ സമയത്ത് അത്ര വലുതായിട്ട് ഓടിയൊന്നുമില്ല. പക്ഷെ അന്ന് ലൈക്ക് അതില് അനിക സുരേന്ദ്രനില്ലേ ആക്ട്രസ്, അവളുടെ ഫ്രണ്ടായിട്ട് ഞാൻ അവിടെ അഭിനയിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ഡയലോഗ്സും ഉണ്ടായിരുന്നു ആ ഫിലിമിൽ. അപ്പൊ ഇനിയും നമുക്ക് വേറെ ഫിലിംസിലും കാണാനായിട്ട് പറ്റട്ടെ. അതുപോലെ ഒരുപാട് മാധവന്റെ പാട്ടുകൾ കേൾക്കാനായിട്ട് പറ്റട്ടെ. എഴുത്തും ഒക്കെ ഉണ്ടല്ലോ, എല്ലാം ഉണ്ടല്ലോ, എല്ലാം ഇനി ഭയങ്കര ഡെവലപ്പ് ചെയ്തിട്ട് നോക്കി ഇനി ഒരുപാട് കാണാനുള്ളൊരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടാവട്ടെ. മാധവ് ഇങ്ങനെ സിനിമകള്, പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോൾ കാണാൻ അങ്ങനെ എനിക്ക് വലിയ ക്രേസ് ഇല്ല. ഇപ്പൊ റീസെന്റ് ഇപ്പൊ 2 ദിവസം മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട്സ് കുറച്ച് പേര് വിളിച്ചേ ഉള്ളൂ. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു പുതിയ ഫിലിം തുടരും, അത് കാണാൻ പോയാലോ എന്നൊക്കെ പറഞ്ഞു എല്ലാവരും. ഇപ്പോൾ ഞാൻ കാണാൻ പോയില്ല, പക്ഷേ അവർ പോയി. ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നു, തൃശ്ശൂരിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം ഇവിടെ. അപ്പോൾ അവർ പോയി, അവർ അടിപൊളിയാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് വലിയ ഇങ്ങനെ തിയേറ്ററിൽ പോയി കാണണം എന്ന്. ഇപ്പം ഞാൻ വർക്ക് ചെയ്ത ഫിലിംസ് തന്നെ, ഔസേപ്പച്ചനങ്ങളോടൊപ്പം വർക്ക് ചെയ്ത ഫിലിംസ് തന്നെ ഞാൻ അങ്ങനെ പോയി കണ്ടിട്ടൊന്നുമില്ല. എന്ന് വെച്ചാൽ അവിടെ തന്നെ കാണാമല്ലോ. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാനിപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഒരു 50 പ്രാവശ്യം കണ്ടിട്ടുണ്ടോ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ്. പിന്നെ ഇനി തിയേറ്ററിൽ പോയി അതിനുള്ളൊരു ഇതില്ല. അപ്പോൾ തിയേറ്ററിൽ പോയി അങ്കിള് പോയി കാണും, ഞാൻ പോയില്ല. ഞാൻ വീട്ടിലിരിക്കും. ഞാൻ കണ്ടു കഴിഞ്ഞു 50 വർഷം കണ്ടു കഴിഞ്ഞു ഇതൊന്നും കാണുന്നത്. ഫാമിലിയൊക്കെ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ വീട്ടിലിരിക്കാൻ പോകും. മതിയായിട്ടേ കണ്ടുകൊണ്ടുണ്ട് അങ്ങനെയാവും. പിന്നെ അതന്നെ കൂടുതലും ഞാൻ പോയി കാണും. എല്ലാം അങ്കിളുടെ അടുത്ത് തന്നെ ഇരുന്ന് കാണും. ബിഫോർ ഹാൻഡ് തന്നെ കണ്ടു കഴിയും. അതൊരു ഭാഗ്യം. ഫിലിംസ് ഒക്കെ വേണമെങ്കിൽ കാണാം. എല്ലാവരും കാണുന്നതിന് മുൻപേ കണ്ടെല്ലാം അറിഞ്ഞു വെച്ച് ഒരു അടിപൊളി സിനിമ വരുന്നുണ്ട് എന്നൊക്കെ മുൻകൂട്ടി പറയാൻ പ്രഡിക്ട് ചെയ്യാനൊക്കെ പറ്റും. പാടില്ല. അതന്നെ. ഓക്കെ, ധർമ്മിയ എന്ന് പറഞ്ഞൊരു പാട്ട് പാടാം. लफ्जों से जो था परे खालीपन को जो भरे कुछ तो था तेरे मेरे दरमिया रिश्ते को क्या मोड़ दूं ना था ये अब तोड़ दूं या फिर यूं ही छोड़ दूं दरमिया बेनाम रिश्ता वो बेचैन करता जो हो न सके जो बयां दरमिया 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 कुछ तो था तेरे मेरे दरमिया कुछ तो था तेरे मेरे दरमिया. Thank you. ഇങ്ങനെ പല 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 ലാംഗ്വേജസിലായിട്ട് ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് ഇനിയും നമുക്ക് ഒരുപാട് മുകളിലെത്താനായിട്ട് പറ്റട്ടെ. ഇപ്പോൾ ഔസേപ്പച്ചൻ സാർ എപ്പോഴും ബെറ്ററായിട്ടല്ലേ ഓരോ പ്രാവശ്യം കാണുന്നത്. അത് ബെസ്റ്റായിട്ട്
മാറട്ടെ. അങ്കിള് ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, ലൈക്ക് ഐ കീപ് ദാറ്റ് ഓൾവേസ് ഇൻ മൈൻഡ്. അങ്കിള് അന്ന് എന്നോട് പറഞ്ഞു, ആദ്യം ഞാൻ റെക്കോർഡിങ് പോയിട്ട് വന്നു, യു ആർ ജസ്റ്റ് എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ. ആ വാക്ക്, യു ആർ ജസ്റ്റ് എ ഡ്രോപ്പ് ഇൻ ദി ഓഷൻ, അത് നല്ലോണം ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൊട്ട് ഇങ്ങനെ 2 ഡ്രോപ്പ് 3 ഡ്രോപ്പ് 4 ഡ്രോപ്പ് എന്ന് കൂടി വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കണം. ഓരോ പ്രാവശ്യം ലെറ്റ് ഇറ്റ് ബി ബെറ്റർ എന്ന് പറഞ്ഞാൽ. അതെന്തായാലും ഷൈനിങ് ഡ്രോപ്പ് ആണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് പാടുന്ന കാര്യത്തിലാണെങ്കിലും മ്യൂസിക് നമുക്ക് കമ്പോസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഗിറ്റാറ്, പിന്നെന്താ കീബോർഡ്, പിന്നെ എന്തൊക്കെയാ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ തന്നെ മറന്നുപോയി ഇത്രയും സമയം കൊണ്ട്. എഴുതുന്നുണ്ട്, ടീച്ച് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെറുത്, അതിന്റെ വലുത് നമുക്ക് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇതിലെല്ലാം ബെസ്റ്റ് ആയിട്ട് ഇനിയും ഒരുപാട് ഇതിപ്പോൾ നമ്മുടെ ജസ്റ്റ് ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാം അല്ലേ. അപ്പോൾ ഇവിടുന്ന് ഇനിയും ഒരുപാട് മുകളിലെത്താനായിട്ട് പറ്റട്ടെ. മലയാളം അത്ര അങ്ങോട്ട് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത ആളാണെങ്കിലും ഇപ്പോൾ ചിറക് മുളച്ചു നമ്മൾ പാടിക്കഴിഞ്ഞു, ഇപ്പോൾ പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിറക് മുളച്ചു നമുക്ക് ഈസിലി പാടാൻ പറ്റും. 100 വട്ടം പാടിയിട്ടുണ്ടാവും. അതങ്ങനെ പഠിച്ച് തറായിക്കും അല്ലേ. അങ്കിൾ അവിടെ ഇരുന്നിട്ട് അന്ന് റെക്കോർഡിങ് സമയത്ത് ആദ്യം ഒരു ദിവസം പോയി റെക്കോർഡിങ്, അന്ന് എഴുതിയൊക്കെ തന്നു. ഓരോ വാക്ക് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ അതിന് ഫസ്റ്റ് കാമായി പറഞ്ഞു. അങ്കിളുടെ പേഷ്യൻസ് ടെസ്റ്റ് ചെയ്യണ പോലെയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ഒരു പീക്കെത്തി അങ്കിളിങ്ങനെ, പിന്നെ ദേഷ്യം അങ്കിൾ അറിയാലോ, എല്ലാരും പറയണ്ടേ. എൻ്റെ അച്ഛൻ പോലും എന്നെ വിളിച്ച് പറയാറുണ്ടായിരുന്നു, ചോദിക്കാറുണ്ടായിരുന്നു അച്ഛൻ ഇങ്ങനെ, അങ്കിൾ എങ്ങനെയാ, നിന്നോട് എങ്ങനെയാ എന്നൊക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് കൂളാണല്ലോ കാമാണല്ലോ. ആണോ, കുറച്ച് ഞാൻ മനസ്സിലായോ? ആ ചെറുതായിട്ട്. എന്നാലും ആ അച്ഛൻ പറഞ്ഞ പോലെ പീക്ക് ലെവലിലൊന്നും ദേഷ്യമൊന്നും കാണിക്കില്ലല്ലോ. അച്ഛൻ എങ്ങനെ പറയാറുണ്ടോ? സ്റ്റാർട്ടിങ്ങിൽ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഔസേപ്പ് സാറാണല്ലോ. അപ്പോൾ അതിന്റെ ഒരു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ സാറിനെ പറ്റിയോ അങ്ങനെയൊക്കെ? സത്യം പറഞ്ഞാൽ അച്ഛനും ഞാനുമായിട്ട് വലിയൊരു അറ്റാച്ച്മെന്റോ കോണ്ടാക്ട് ഒന്നും ഇല്ല. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ഔസേപ്പ് ഞങ്ങളുടെ അടുത്ത് പോയെന്ന് അറിഞ്ഞാലൊക്കെ ചിലപ്പോൾ എന്നെ ഞാൻ മെസ്സേജ് അയക്കും, അവിടെ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കും പണ്ട്. ഇപ്പം അതുപോലുമില്ല. പക്ഷേ ഇപ്പം റീസെൻ്റ്ലി ഞാൻ കണ്ടതന്ന് അച്ഛമ്മ മരിച്ച സമയത്ത് അങ്കിളും അച്ഛനും വന്ന് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്കിളും ഉണ്ടായിരുന്നു, അച്ഛനും ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ സത്യം പറഞ്ഞാൽ നമ്മൾ 3 പേരും ഒരു റൂമിലൊക്കെ ഈ പാട്ടൊക്കെ അങ്കിള് കേൾപ്പിച്ചു കൊടുത്ത അച്ഛന് ഇഷ്ടമായത്. നന്നായിട്ടുണ്ടായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാട്ട് നന്നായി പാടുന്നു. അതിന്റെ കഷ്ടപ്പാട് എനിക്കറിയാം. അങ്ങളും ഞാനും കൂടി ഇരുന്ന് അങ്ങളെന്നെ പാടിപ്പിക്കാനെടുത്ത സ്ട്രെസ്. അമ്മയ്ക്ക് അതിലൊരു നല്ല ഇതുണ്ടല്ലേ, കാരണം അമ്മയാണല്ലോ ഓരോന്നും ഓരോ പ്രൊണൗൺസിയേഷൻ അതും പഠിപ്പിച്ചു തന്നത്, അവിടെ ഇരുന്ന് പറഞ്ഞു തന്നത് ഇങ്ങനെയല്ല ഇതാണ്, ഇങ്ങനെയല്ല ഇതാണ്. ഇപ്പൊ ചില വേർഡ്സ് ഇപ്പോ ഈ മലയാളത്തില് എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊന്നും എനിക്ക് ചിലപ്പോൾ കിട്ടില്ല. ആ സാധനങ്ങൾ അതിന് അങ്കിള് ലിറ്ററലി ചില സമയത്ത് ഇങ്ങനെ ദേഷ്യമൊക്കെ വന്ന് ഇങ്ങനെ പറയും. ലാസ്റ്റ് എനിക്ക് കിട്ടുമ്പോ ഓക്കെ സമാധാനം. അതിന്റെ വേറെ ലെവലാ ലൈക്ക് സ്ട്രെസ്. അപ്പൊ നമുക്കിങ്ങനെ ഞാൻ ചോദിക്കുകയാണെ, ഔസേപ്പച്ചൻ സാറ് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ഫേസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ അയ്യോ ഇനി എന്താ ദേഷ്യം വരാം അങ്ങനെ. ഇപ്പൊ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക്, എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ അങ്കിള് അന്ന് ചെറുതായിട്ട് എന്നോട് ദേഷ്യപ്പെട്ടപ്പോൾ എനിക്കെല്ലാം കൂടി പോയി. അങ്ങനെയാവും. അങ്ങനെ ഒരു പ്രോബ്ലം നമ്മുടെ ഫുൾ കോൺഫിഡൻസ് പിന്നെ ഒന്നും കിട്ടാതെ. പിന്നെ ഞാൻ അന്ന് അങ്ങളോട് 5 മിനിറ്റ് ഇപ്പൊ വരാന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഒന്ന് ബ്രീതൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് പാടിയെടുത്തപ്പോ പെർഫെക്റ്റ്. അങ്ങനെ പിന്നെ അങ്കിൾ ഇഷ്ടം പെർഫെക്റ്റ് അങ്ങനെ. അങ്ങനെ പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ പിന്നെ അങ്കിളിനോടുള്ള ഒരു അടുപ്പം കൂടെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ മാധവന് അത്രയും എന്താ പറയാ പെട്ടെന്ന് ഓവർകം ചെയ്യാം. ദേഷ്യം വന്നാലും അതിനെ ഓവർകം ചെയ്യാൻ പറ്റുമായിരിക്കും അല്ലേ? അതിന് അങ്കിളുടെ ദേഷ്യം നമ്മള് എത്ര ദേഷ്യം നമ്മൾ പെട്ടാലും വി ആർ ലേണിംഗ് ഫ്രം ദാറ്റ്. ലൈക്ക് he is being angry because we are doing something wrong. അപ്പോൾ we'll correct that, we'll learn something better. അങ്ങനെയാണ് കുറേ സിറ്റുവേഷൻസിൽ ഞാൻ പെട്ടുപോയിട്ടുണ്ട് ഗിറ്റാർ കാര്യത്തിൽ തന്നെ. ഫോർ എക്സാമ്പിൾ ഏതൊരു റെക്കോർഡിങ്ങിൽ ഞാൻ ഗിറ്റാർ അങ്കിൾ സ്റ്റുഡിയോ എനിക്ക് വന്നിട്ട് അങ്കിൾ പിടിച്ചിട്ട് ഏതാണ്ട് പോയി ഒരു ട്രാക്ക് റെഡിയാക്കാൻ പറഞ്ഞു. ഞാൻ ഇരിക്കുകയാണ് ഗിറ്റാർ വായിക്കാൻ തുടങ്ങി, ഗിറ്റാറൊക്കെ ചെയ്ത് കുറേ ട്രാക്സ് ഇങ്ങനെ റെഡിയാക്കി വെച്ചു. ഗിറ്റാർ പ്രോഗ്രാമിംഗ് ആണ് എൻ്റെ പണി. അപ്പോൾ ഗിറ്റാറിൽ കുറേ ട്രാക്സ് റെഡിയാക്കി വെച്ചു. അതിൽ ഒരു ട്രാക്ക് മിസ്റ്റേക്കായിട്ട് എൻ്റെ കൈ സ്ലിപ്പായി. ആ ട്രാക്ക് ഞാൻ വെറുതെ വെച്ചതാണ്, മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്കിള് പിന്നെ തിരിച്ചു വന്നു, ട്രാക്സ് ഒക്കെ കേട്ട് നോക്കി, ഒന്നും ഇഷ്ടമായില്ല. ആ ഒരു മിസ്റ്റേക്കായി ഒരു ട്രാക്ക് മാത്രം ഇഷ്ടമായി. പക്ഷേ പ്രോബ്ലം എന്താ വെച്ചാൽ
ആ ട്രാക്കിൽ DT ഡബിൾ ട്രാക്ക് എടുക്കണം. ഗിറ്റാർ റെക്കോർഡ് ചെയ്യുമ്പോൾ 2 ട്രാക്ക് ഒരേപോലെ വായിച്ചെടുക്കണം. അതൊരു ട്രാക്കേ ഉള്ളൂ. ആ മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ പിന്നെ മിസ്റ്റേക്ക് മാറ്റി വെച്ചിട്ട് പെർഫെക്റ്റ് ആക്കി എടുത്തല്ലോ. പിന്നെ അങ്കിളെ മിസ്റ്റേക്ക് തന്നെ വേണം. അപ്പോൾ ഡബിൾ ട്രാക്ക് DT എടുക്കണമെന്ന് പറഞ്ഞു. DT എടുക്കാന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് വിട്ട് നോക്കി വീണ്ടും തെറ്റിക്കണം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അവിടെ പെട്ടുപോയി. അവിടെ ലിറ്ററലി ഞാനിങ്ങനെ വായിക്കാൻ നോക്കാം. പിന്നെ ഞങ്ങൾ തോന്നി നിന്നോട് പറ്റില്ല, നീ ഒന്നുമല്ല പറഞ്ഞ് കുറേ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പഠിക്കും, അത് ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ പറയും. എനിക്കെന്നാ DT എടുക്കാൻ പറ്റിയില്ല, ബിക്കോസ് ആ മിസ്റ്റേക്ക് എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് മൈ ഫോൾട്ട് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ ശരി, അത് വിട്, നല്ല വേറൊരു സാധനം ഞാൻ വായിച്ചു കൊടുക്കുന്നുണ്ട്, വേറെ എന്തൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആ മിസ്റ്റേക്ക് വേണ്ട. അങ്കിൾ ഉദ്ദേശിച്ച സാധനം അന്ന് കിട്ടിയില്ല. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഐ ബി ബെറ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ പോയി. പിന്നെ ഈ പ്രാവശ്യം വന്നു ഗിറ്റാറൊക്കെ വായിച്ച് ദെൻ ഹി സെഡ് ഐ വാസ് ബെറ്റർ. കഴിഞ്ഞ പ്രാവശ്യത്തെ നൗ ഐ എം ഏബിൾ ടു ഹിയർ. ഓരോ പ്രാവശ്യം അങ്ങളുടെ അടുത്ത് പോകുമ്പോൾ ഐ ഫീൽ ലൈക്ക് ഐ എം ബെറ്റർ, ഹി ഓൾസോ ഫീൽസ് ലൈക്ക് ഐ എം ബെറ്റർ. ആൻഡ് ദാറ്റ് ഈസ് എ മോട്ടിവേഷൻ ടു ബി ബെറ്റർ 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 മുന്നോട്ടിരിക്കും. ഇനി അങ്ങനെ ഒരുപാട് പോയിട്ട് ബെസ്റ്റ് ആയിട്ട് മാറിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പാട്ട്, ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. ഇപ്പൊ ഗിറ്റാർ ഇല്ലാതെ പാടാൻ പറ്റിയൊരു പാട്ട് പാടിത്തരുമോ? ഇവിടെ അങ്ങനെ മലയാളം എന്നൊന്നും ഇല്ല കേട്ടോ, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ് എന്ത് വേണമെങ്കിൽ പാടിക്കോളൂ. ഒന്നും കൂടെ പാടിയിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പൊ ഗിറ്റാർ ഉണ്ടെങ്കിൽ എന്റെ ഗോ ടു സാധനം തങ്കമ്മ ഉന്നത എന്ന് പറഞ്ഞ തമിഴ് പാട്ടാണ്. അത് നല്ല സാധനം. തങ്കമ്മേ ഉന്നത തേടി, അത് പക്ഷെ വെറുതെ പാടിക്കരുത്, ഗിറ്റാർ വേണം. ഗിറ്റാർ അതൊരു സുഖം. ഞാൻ എവിടെ പോയാലും അത് ചിലപ്പോൾ വായിക്കും. ഈ സ്റ്റേജിൽ ഇപ്പൊ ബോറടിച്ചു ചോദിച്ചു, കുറെ പാട്ടുകളൊക്കെ പാടി ബോറായ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ ചങ്കച്ചക്ക 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 ചങ്ങന്ന് തുടങ്ങി അവരെല്ലാരും ചാടി കളിക്കാൻ തുടങ്ങും. നമ്മുടെ ഒരു മാസ്റ്റർ പീസ് പോലെ അത് ഗോട്ടു ആണ്. ഇങ്ങനെ ഒരു കുത്തുപാട്ട് ഒരു സാധനമാണെങ്കിൽ തങ്കമ്മേ ഉന്നതാന്ന് പറഞ്ഞാൽ തുടങ്ങും അങ്ങനെ. അപ്പൊ അങ്കിളുടെ തന്നെ ഒരു പാട്ട് പാടാം, ഒരു വേനൽപ്പുഴയിൽ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ പുലരിത്തിളങ്ങി മോഹം, ഇലകളിൽ പൂക്കളിൽ എഴുതി ഞാൻ ഇലവയിലായി നിന്നേ, മേഘമായൻ താഴ്വരയിൽ താളമായൻ ആത്മാവ്, നെഞ്ചിലാളും മഞ്ചിരാതൻ നാളം പോൽ നിന്നാളും നീ. എന്ത് രസാ കേട്ടിരിക്കാനായിട്ട്. ആക്ച്വലി ഈ പാട്ടിന് വലിയൊരു സ്റ്റോറി ഉണ്ടല്ലേ? ഈ മലയാളം പാട്ട് പഠിച്ചത് എന്തുകൊണ്ടാ? അത് സത്യം പറഞ്ഞാൽ അന്ന് വേറൊരു ഇന്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു കുറച്ച് ഔസപ്പച്ചൻ അങ്കളുടെ പാട്ടിനെ കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ട് വരാൻ. അപ്പോൾ ശരി, ഞാൻ പഠിച്ചു വെച്ചിട്ട് വരാനൊക്കെ പറഞ്ഞു. ഞാൻ പിന്നെ കൂള എടുത്തു അത് കുറച്ച്. പക്ഷെ സത്യം ആദ്യം അച്ഛൻ്റെ പാട്ടുകൾ പഠിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പം അച്ഛൻ്റെ പാട്ടുകൾ കുറച്ചുകൂടി എനിക്ക് അറിയാം. അങ്കിളുടെ ജനറേഷൻ ഞാനെല്ലാവരും കുറച്ച്. അപ്പം എനിക്ക് ആ പാട്ടുകളുടെ രീതി ഇത് പിന്നെ അങ്കിളിന് ഇഷ്ടാവോ എന്നുള്ളൊരു പേടി അതുണ്ടായിരുന്നു. അപ്പം ഞാൻ അന്ന് പാടി ട്രൈ ചെയ്തു ഈ പാട്ട്. പക്ഷെ എനിക്കത് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം തന്നെ അങ്കിള് എന്നോട് പറഞ്ഞു വേണ്ട പാടണ്ട, നീ നിൻ്റെ ഇഷ്ടമുള്ള വേറെ നീ പാട്ട് പാടിക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് ഞാൻ പാടിയില്ല, പാടി. പക്ഷെ അത് അത്ര നന്നായിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതേ രാത്രി പോയിട്ട് എനിക്കൊരു വാശി, അത് പാടി എടുക്കണം, പഠിച്ചെടുക്കണം എന്നൊരു വാശി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി ആ രാത്രി ഇരുന്ന് ആ പാട്ട് ലിറ്ററലി ആ രാത്രി പാലക്കാടേക്ക് ഞാൻ തിരിച്ചു വരുന്നു കാറിൽ പോയിക്കൊണ്ടിരിക്കും. ഞാൻ ആ പാട്ട് തന്നെ കേട്ടുകൊണ്ടിരിക്കുക പഠിച്ചെടുക്കാൻ. പഠിച്ചെടുത്ത് അടുത്ത ദിവസം ഞാനത് റെക്കോർഡ് ചെയ്ത് പ്രോഗ്രാം ചെയ്ത് റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലോട്ട് അങ്കിളിന് അയച്ചു കൊടുത്തു. അത് ഞാൻ ചെയ്ത്. അങ്ങനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കുറെ നമ്മളിങ്ങനെ പാട്ടൊക്കെ പാടി ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലേ? അപ്പോൾ മാധവ് ശരിക്കും ഏത് ടൈപ്പ് പാട്ട് കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് ഏത് ടൈപ്പാണെങ്കിൽ കുഴപ്പമില്ല. ലൈക്ക് ഐ ടോൾഡ് യു, ഞാൻ ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവർ ഓരോ പാട്ടുകളൊക്കെ ഇങ്ങനെ തരും. അപ്പോൾ ഞാൻ അതൊക്കെ കേൾക്കും. ക്യൂരിയോസിറ്റി ഉണ്ട് എനിക്ക് പാട്ടുകൾ കേൾക്കാനും അറിയാനും. ഓരോ ജോണർ ഓഫ് പാട്ടുകൾ എല്ലാം കേൾക്കാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഹിന്ദുസ്ഥാനി, കർണാട്ടിക് ഇത് എല്ലാം കേൾക്കും. പഠിച്ചിട്ടൊന്നുമില്ല ഞാൻ കർണാട്ടിക് ഇതൊന്നും, പക്ഷെ ഐ വിൽ ട്രൈ ടു സിങ്. അതാണ്. പഠിക്കാണ്ട് ഇങ്ങനെ പാടാൻ പറ്റില്ലേ? എന്ത് രസമായിട്ടാണ് പാടുന്നത്. ഞാൻ പാട്ട് ആകെ പഠിച്ചിട്ടുള്ളത് ഗിറ്റാർ മാത്രമാണ്, പക്ഷെ നമുക്ക് എല്ലാം അറിയാം. അതന്നെ, ഗിറ്റാർ ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ബാക്കിയൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അത് പാട്ടൊക്കെ ഇങ്ങനെ ഉള്ളിന്ന് വരാം. അതിങ്ങനെ ഈ പറഞ്ഞതുപോലെ ജീനൊക്കെ ആയിരിക്കും. അച്ഛന്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി, എല്ലായിടത്തും പാട്ടുകാരും ഒക്കെ ഉണ്ട്, മ്യൂസിക് റിലേറ്റഡ് ആൾക്കാരുണ്ടല്ലോ, അതുകൊണ്ടൊക്കെ ആയിരിക്കും അല്ലേ? അച്ഛൻ്റെ ഒരു പാട്ട് ഏതോ തീരങ്ങൾ എന്ന് പറഞ്ഞ പാട്ട്, ഇവിടെ സിനിമ അല്ലേ?
ഏതോ തീരങ്ങൾ തേടുന്നു ഞാനും നീയും എന്നേകാന്തം ഈ മന്ദം മായും നാമേതോ തൂമഞ്ഞൽ നിലവായി ചായും നീയോ കേൾക്കും നേരം നെഞ്ചിൽ എന്നെൻ്റെ മൗനം സംഗീതം ഈരൻ കൺതുമ്പിൽ മിന്നാതെ ഞാൻ മാത്രം കാണും നിൻ സുസ്മിതം. ഊ, 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 അങ്ങനെ അങ്ങനെ കുറേ പാട്ടുകൾ പാടി ഇങ്ങനെ പോവാണ് നമ്മള്. എല്ലാ ടൈപ്പ് പാട്ടും പാടും, എല്ലാ ലാംഗ്വേജിലുള്ള പാട്ടും പാടും. ആരെങ്കിലും ഒന്ന് വാശി പിടിച്ച നിനക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പോയത് പഠിച്ച് പാടും. അല്ല, ഇപ്പൊ ഏറ്റവും ടഫ് എനിക്ക് തോന്നിയിരിക്കാൻ മലയാളം തന്നെയാണ്. ബിക്കോസ് ഇറ്റ്സ് ലാംഗ്വേജ് വിത്ത് മെനി എന്താ പറയുക, കുറേ സ്ലാങ്സ്. അതന്നെ പറയാം, കുറേ സ്ലാങ് ഉണ്ട്. ഓരോ വാക്കിനും ഓരോ ഡിഫറെൻറ്റ് ഇതുണ്ടല്ലോ. ഞാ എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ അതൊന്നും എനിക്ക് വെസ്റ്റേൺ ഞാൻ പഠിച്ചിട്ടുമില്ല. വെസ്റ്റേൺ സിംഗിങ് ഞാൻ പഠിച്ചില്ല. പക്ഷേ ഇംഗ്ലീഷ് പാട്ടും ഞാൻ നന്നായി ഇങ്ങനെ പാടും. വെറുതെ പാടാൻ പറഞ്ഞ എഡ് ഷീറൻസ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞ പാട്ട് വെറുതെ പാടാം. I found love for me, darling, just dive right in and follow my lead. I found a girl beautiful and sweet. Na 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 na. Lyrics is a problem. പക്ഷെ ഇതിങ്ങനെ കിട്ടും. ഇംഗ്ലീഷിൻ്റെ ആ സ്ലാങ് ഇത് ഇങ്ങനെ പോണതുകൊണ്ട് തന്നെ എനിക്ക് മലയാളം ഭയങ്കര ടഫായിട്ട് തോന്നും. തമിഴ് പിന്നെ മാനേജ് ചെയ്തെടുക്കാം. തമിഴ് എനിക്ക് അത്ര ഇതൊന്നും തോന്നിയിട്ടില്ല. മാനേജ് ചെയ്തെടുക്കാൻ പറ്റും തമിഴ്. ഇപ്പം ഈ പാട്ട് തമിഴില് എന്നോട് നീ ഇരുന്നാൽ ഉയിരോട് நான் இருப்பேன் എന്നോട് നീ இருந்தால் உயிரோடு நான் இருப்பேன் என்னை நான் யாரென்று சொன்னாலும் புரியாதே என் காதல் நீ என்று யாருக்கும் தெரியாதே நீ கேட்டால் உலகத்தை நான் வாங்கி தருவேனே நீ இல்லா உலகத்தை நான் வாழ மாட்டேனே എന്നോട് നീ இருந்தால். എന്ത് രസമാണ് മാധവ് പാടി ഇങ്ങനെ കേട്ടിരിക്കുക. എല്ലാരും ഇങ്ങനെ പറയോ ഒരു പാട്ട് എന്നൊക്കെ പറയോ? എപ്പോഴും ഗിറ്റാർ ഉണ്ടാവും അല്ലേ കയ്യില്? എപ്പോഴും ഉണ്ടാവും. ഇന്നില്ല, ബാക്കിയല്ല. ഗിറ്റാർ സ്ട്രിങ് കൂട്ടിയിരിക്കുക. കുറച്ച് ദിവസമായിട്ട് കൂട്ടിയിട്ട് അപ്പൊ അത് സർവീസ് ആണ്. ഗിറ്റാർ സ്ട്രിങ് മാറ്റണം, അപ്പൊ കൊണ്ടുവന്നില്ല. അപ്പൊ ഇങ്ങനെ എല്ലാരും എപ്പോഴും പാട്ട് പാടുമോ എന്ന് പറയാം. അയ്യോ, എവിടാ പോയാലും തന്നെ കോളേജിൽ ഏറ്റവും കൂടുതൽ അതാ. ഇപ്പൊ വെറുതെ ക്ലാസ്സിൽ പോയി വെറുതെ ഇരിക്കുകയാണെങ്കിൽ മാധവേ പാട്ട് പാട്, മാധവേ പാട്ട് പാടാ അതൊക്കെ പറഞ്ഞിങ്ങനെ കുറെ പേര് പിന്നാലായിരുന്നു. വീട്ടില് അമ്മ അങ്ങനെ പറയോ പാട്ട് പാടി തരാന്നൊക്കെ പറയാം? അമ്മയ്ക്ക് കേട്ട് മടുത്ത്. ബ്രദറിന് പിന്നെ ഈ ഒരു ഏരിയ വലിയ താല്പര്യം ഉണ്ടാവില്ല അല്ലേ? ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വരും, വീട്ടിലേക്ക് എപ്പോഴും വരാറുണ്ട്. ഇപ്പം ഇങ്ങനെ പാട്ട് താല്പര്യമുള്ള മ്യൂസീഷ്യൻസ് ഉണ്ട്, അവർ വരും. നമ്മളൊക്കെ ഇരുന്ന് ജാം ചെയ്യും എൻ്റെ വീട്ടിൽ. നല്ല രസമാണ്. രാത്രിയൊക്കെ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടി ഇങ്ങനെ വൈബ്. പിന്നെ എൻ്റെ ഏരിയ ഒന്നും അത്ര വലിയ പ്രശ്നം, സൗണ്ട് ഉണ്ടാക്കി വരും ആളും. ഇത്രയും നല്ല സൗണ്ട് അല്ലേ, ആർക്കും പ്രശ്നം ഉണ്ടാവാ? വീണ്ടും പാടിക്കോളാൻ പറയോ? ഇങ്ങനെ രസമാണല്ലോ എപ്പോഴും ഇങ്ങനെ ഈ ഒരു മ്യൂസിക് കേട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ. ഇപ്പൊ കുറച്ച് നേരം തന്നെ അത് പാടുന്നൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ എന്ത് രസമാണ്. അപ്പൊ ഞാൻ വിചാരിക്കാം ഗിറ്റാറും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരുന്നു. എനിക്ക് പിച്ചിന്റെ ഒരു ഇത് കിട്ടും ഗിറ്റാർ ഉണ്ടെങ്കിൽ. ഗിറ്റാറിലൊന്നും ഞാൻ ഏതോ ശ്രുതിയിൽ ഇപ്പൊ പാടണേ അറിയുപോലും ഇല്ല, ഇങ്ങനെ പാടിപ്പോയി. ആക്ച്വലി നമ്മള് പാട്ട് പഠിച്ചിട്ടില്ലല്ലോ, അപ്പൊ പാടുന്ന സമയത്ത് പഠിക്കായിരുന്നു അല്ലെങ്കിൽ പഠിക്കണം അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ അത് ഇപ്പൊ അങ്കിള് പറഞ്ഞല്ലോ, ഇപ്പൊ അങ്ങനെ ഞാൻ പഠിച്ചിട്ട് ഒരാളാണെങ്കിൽ ഞാൻ ചിലപ്പോ സാധാ എല്ലാരും പാടുന്ന രീതിയിൽ പാടിപ്പോ. എനിക്ക് എന്റേതായ ഒരു രീതി ഇപ്പൊ ഉണ്ട്, ഞാൻ പഠിച്ചിട്ടില്ല പാട്ട്. ആ ഒരു യുണീക്നെസ് കിട്ടിയത് ഈ പഠിക്കാതെ പാടുന്നോണ്ട് ആയിരിക്കും എനിക്ക് തോന്നണേ, എനിക്കറിയില്ല. ഞാൻ എൻ്റെ രീതിയിൽ പാടിപ്പോവും. കുറെ പേര് മലയാളം
ഒട്ടും ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്, അത് നന്നായി പുതിയൊരു സംഭവമാണല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ മലയാളം അറിയാതെ മലയാളം പറയുമ്പോൾ ഉള്ളൊരു രസം, ഒരു സുഖം. മലയാളം അറിയാതെ ഞാൻ മലയാളം സംസാരിക്കുമ്പോഴും ചില സമയത്ത് ആ ഇംഗ്ലീഷിന്റെ ഒരു സ്ലാങ് വരും. പക്ഷെ അത് വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്ന പോലെ ഇല്ല കേട്ടോ. ഇപ്പൊ ഇത്രയും നേരം എന്ത് രസമായിട്ടാണ് അത് ഇങ്ങനെ പറഞ്ഞു, കഥ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെ കേട്ട് കൊടുക്കുക ഒരാളുണ്ടെങ്കിൽ ഒരുപാട് സംസാരിക്കുന്ന ആളാണല്ലേ. അത് മാധവ് മാത്രമല്ല, വേറൊരു കാര്യം, ഭയങ്കര മെച്ചേർഡ് ആണെന്ന് തോന്നുന്നു എനിക്ക്. ഇത്രയും നേരം സംസാരിക്കുമ്പോൾ തന്നെ നല്ല മെച്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരാളെ പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ചെറുപ്പം മുതലേ എന്റെ അമ്മ പറയണത് ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും മെച്ചൂർ ആയിട്ടുള്ള ആള് ഞാനാണ്. എന്റെ ഫ്രണ്ട്സ് ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ വരും, ഇവനോ മെച്ചൂരോ എന്ന് പറഞ്ഞിട്ടില്ല. ലൈക്ക് ഈ കഥകളിലൊക്കെ മാധവിനെ കുറിച്ച് ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നു മാധവ് നല്ല ചെറുപ്പം മുതലേ നല്ല എന്താ പറയുക മെച്ചേർഡ് ആയിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു കുട്ടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. അപ്പോൾ എന്തായാലും അപ്പോൾ എന്തായാലും സ്റ്റഡീസ് ആണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ട കാര്യം. നാളെ എക്സാം ആണ്, അതിനിടയിലാണ് നമ്മൾ ഇന്റർവ്യൂവിന് വേണ്ടി കുറച്ച് സമയം തന്നത്. ഇപ്പോൾ ഒരുപാട് താങ്ക്സ്. നമുക്ക് ഇനിയും ഒരുപാട് പ്രൊജക്റ്റ് ഒക്കെ ആയിട്ട് ഇനിയും കാണാനായിട്ട് പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.